Good afternoon. Okay, good afternoon. Good afternoon. All of you mark the attendance. കഴിഞ്ഞ ക്ലാസ്സിൽ റൈംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നല്ല ശീലങ്ങൾ. അപ്പൊ 2 റൈംസ് നമ്മൾ ആ ഒരു നഴ്സറി ഗാനങ്ങൾ എന്ന പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞു അല്ലെ. കേരള നാട്, പിന്നെന്താ നല്ല ശീലം അല്ലെ. അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കില് ഐ വരെയുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഐ എന്ന അക്ഷരം വെച്ച് സ്റ്റാർട്ട് ചെയ്ത ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ലെറ്റേഴ്സ് ഉള്ള പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഐ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്തത് ഏതൊക്കെ? ഐരാവതം, ഐക്യം, പിന്നെന്താ പറഞ്ഞ നമ്മള് ഐശ്വര്യം അല്ലെ. ഐശ്വര്യം, ഐരാവതം, ഐക്യം, ഐശ്വര്യം, ഐകമത്യം, മഹാബലം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഒരു പേജിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓൾ ഓഫ് യു ടേക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 19 ആണ് ഇപ്പൊ മിസ് പറഞ്ഞത് കേട്ടോ. 19ാമത്തെ പേജ്. അത് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് ഐരാവതം എന്ന് പറഞ്ഞ ആനയുടെ കളർ എന്താ? വൈറ്റ് കളറിലുള്ള നിറത്തിലുള്ള ആനയാണല്ലേ. ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ദേവേന്ദ്രൻ ആരാ? ദേവലോകത്തെ രാജാവാണല്ലേ ഇന്ദ്രൻ, ദേവേന്ദ്രൻ അല്ലെ. ദേവേന്ദ്രന്റെ വാഹനമാണ് ഇത് ഐരാവതം എന്ന വൈറ്റ് നിറത്തിലുള്ള ആന. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് 20ാമത്തെ പേജ് അല്ലെ, 20 അല്ലെ, പേജ് നമ്പർ 20. ഓക്കെ, എല്ലാവരും എടുത്തോ. ഓൾ ഓഫ് യു ലിസൺ. എന്താ നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ? ഏത് മര അവിടെ പിക്ചറിലുള്ളത്? ഏത് മര? ആൽമരല്ലേ, ബനിയൻ ട്രീ ആണ് അവിടെ ഉള്ളത്. അപ്പൊ അരയാലിനെ പറ്റിയുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ. എന്താണ്? അരയാൽ അല്ലെങ്കിൽ ആൽമരത്തിന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പൊ പടർന്ന് പന്തലിച്ചിങ്ങനെ നിൽക്കുന്നതാണല്ലേ ആ മരം. ആണോ? വലുതാണോ ചെറുതാണോ അതിലുള്ളത്? പടർന്ന് പന്തലിച്ചിട്ടാണുള്ളത്. അപ്പൊ അതിലെന്താ പറയുന്ന നോക്കാം നമുക്ക്. എന്താ പറയുന്ന നോക്കാം അല്ലെ. എല്ലാവരും ശ്രദ്ധിക്കണേ, മിസ്സിന്റെ കൂടെ പാടണേ. ഓക്കെ, റെഡിയാണോ? യെസ് ഓർ നോ? ഓർക്ക് നോക്കുന്നുണ്ടോ എല്ലാവർക്കും? ഇല്ല അല്ലെ. അരയാൽ മുത്തശ്ശ കഥകൾ പറഞ്ഞുതാ, കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ, കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. അല്ലെ, എന്താ പറഞ്ഞേ? അരയാലിന് എന്താ പറഞ്ഞേ? മുത്തച്ഛാന്നാ വിളിക്കുന്നത് അല്ലേ. അരയാൽ മുത്തച്ഛ. അത് എന്തുകൊണ്ടാ മുത്തച്ഛൻ എന്ന് പറഞ്ഞത്? വലിയ മരാണല്ലേ, പഴയ മരാണ്, അതുകൊണ്ടാണ് മുത്തച്ഛനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പടർന്ന് പതിച്ചിരിക്കുകയാണല്ലേ. അപ്പോ അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥകളൊക്കെ ആരാ പറഞ്ഞു തരാറ് വീട്ടില്? മുത്തച്ഛനും മുത്തശ്ശിയാണോ? ഓക്കെ, നിങ്ങൾക്ക് ആരാ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്? വീട്ടിൽ ആരാ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരുവാ? റിസ്വാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ റിസ്വാനെ? എന്റെ പേര് കോട്ടപ്പട മാമാണ് പറഞ്ഞില്ല കഥ. ആണോ? അതല്ലേ. അപ്പൊ ബാക്കി എല്ലാവർക്കും ആരാ കഥ പറഞ്ഞു തരാറ്? വീട്ടിൽ ആരാ കഥ പറഞ്ഞു തരാറ്? നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലേ ആരും? പ്രായമായ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെയാണ് കഥ പറഞ്ഞു തരാറ് അല്ലേ. നിങ്ങളുടെ വീട് ഇപ്പോഴത്തെ വീടുകളിലൊന്നും ചിലപ്പോ ഉണ്ടാവില്ല അല്ലെ അവര്.
ചിലവര് വീടൊക്കെ മാറി ചെറിയ അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞേ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് കഥകൾ പറഞ്ഞു തരാറ് അല്ലെ. അവർക്കാണ് പഴക്കമേറിയ കുറെ കഥകളൊക്കെ അറിയാവുന്നത് അല്ലെ. അപ്പൊ വീടുകളില് പ്രായമായവരാണ്, അതായത് ഗ്രാൻഡ് ഫായും ഗ്രാൻഡ് മായൊക്കെ അല്ലെ, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദർ അല്ലെ, അതാണ് മുത്തശ്ശനും മുത്തശ്ശിയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മുത്തശ്ശന്മാരാണ് കഥകൾ പറയുക. അതുകൊണ്ടാണ് അരയാലിനെ എന്തായി മുത്തച്ഛാന്ന് വിളിച്ചത് അല്ലെ. അപ്പൊ അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ കൂട്ടിലു. എങ്ങനെയുള്ള കഥയാ പറയണ്ടേ? കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. മനസ്സിലായോ? 4 ലൈൻസ് എന്താ പറഞ്ഞേ? അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. എന്താ പറയുന്നത് മുത്തച്ഛൻ? അന്നേരം അരയാൽ എന്താ പറയുന്നേ? പറയാം കുട്ടികളെ കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. എങ്ങനെയുള്ള കഥയാ പറയാ പറഞ്ഞേ? കൂട്ടിലിരുന്ന് തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാ. ആരാ കിളികള്? ആരാ ഈ കിളികള്? ആർക്കും അറിയില്ലേ? എന്താണ് ഹനിയ ഫാത്തിമ? പക്ഷികളല്ലേ? കിളികള് പക്ഷികൾ. അപ്പൊ കൂട്ടിലിരുന്ന് തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഒന്നുകൂടി പാടാല്ലേ നമുക്കത്? ഫസ്റ്റ് ലൈൻസ് പാടാം, എന്റെ കൂടെ ഉറക്കെ പാടണേ. ഓക്കെ, റെഡിയാണോ? യെസ്. അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. ഒന്നുകൂടി പാടാ. അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ. ആര് പാടുന്നില്ലേ? ഉറക്കെ പാടുന്നവരില്ലല്ലോ. ഉണ്ട്, കുറെ പേര്. കഥകൾ പറഞ്ഞുതാ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. ഒന്നുകൂടി 4 ലൈൻസ് മിസ് പാടും. അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. പറയാം കുട്ടികളെ കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. പഠിച്ചോ? പഠിച്ചു. ഓക്കെ, ഒന്നുകൂടി പാടാ. ഫസ്റ്റിലെ അരയാൽ മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ. കഥകൾ പറഞ്ഞുതാ. പാടുന്നില്ലല്ലോ. കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. ഓക്കെ, ഇതുവരെ പഠിച്ചോ? പറയാം കുട്ടികളെ കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. പഠിച്ചോ എല്ലാവരും? ആര് പഠിച്ചു ഇത്? ആരാ പഠിച്ചേ? ഓക്കെ, റിഹാൻ, വെരി ഗുഡ്. നോക്കട്ടെ റിഹാൻ പഠിച്ചോന്ന്. പാട് റിഹാൻ. അരയാൽ മുത്തച്ഛ കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ.
പറയാ കുട്ടികളെ ആ കഥകൾ പറയാന് ആ കൂട്ടിലിരുന്ന് തളർന്നു കിളിയുടെ കിളിയുടെ കഥ പറയാം. ഓക്കെ, വെരി ഗുഡ് റിഹാൻ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? റിസ്വാൻ. ഓക്കെ. കൂട്ടിലിരുന്ന് കുഞ്ഞിക്കളി അറിയാം കഥ അറിയാം മുത്തച്ഛ കഥകൾ പറയുന്നതാ. കുഞ്ഞിക്കിളിയുടെ കഥ പറഞ്ഞിട്ടാ മുത്തച്ഛ. പറയാം കുട്ടികളെ, കഥകൾ പറയാം ഞാൻ. കൂട്ടിലിരുന്ന് കുഞ്ഞിക്കുളിയുടെ കഥകൾ കിളിയുടെ കഥ പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഇവിടെ ഹനിയ ഫാത്തിമ. കഥകൾ പറയാം. കൂട്ടിലിറങ്ങാം കുഞ്ഞു കിളിയുടെ കഥ പറയാം കുട്ടികളെ, കഥകൾ ഞാൻ പറയാം. കൂട്ടിലിരുന്ന് തന്നു മരുന്ന് കിളിയുടെ കഥ പറയാം. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? നെക്സ്റ്റ് ആരാ പാടുന്നേ? ഇവിടെ ആഫിയ. അറിയാൻ മുത്തച്ഛ കഥകൾ പറഞ്ഞു. കൂട്ടിലോറും കുഞ്ഞിക്കിളിയുടെ കഥ പറഞ്ഞതാ. പറയാം കുട്ടികളെ, കഥകൾ പറഞ്ഞു തരാം. ഉറങ്ങിയ കിളിയുടെ കഥ പറയാം. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്നേ? ആരാ പാടുന്നേ? ഹർഷാൻ. അറിയാം മുത്തശ്ശ, കഥകൾ പറഞ്ഞുതാ. കൂട്ടി ഉറങ്ങുന്ന കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ, പറയാം ഞാൻ. കൂട്ടിലിരുന്ന് തളർന്നു നന്ന കിളിയുടെ കഥ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ നെക്സ്റ്റ് പാടുന്നേ? അടുത്ത ആരാ? അടുത്ത ആരും പാടുന്നില്ലേ? സായക്ക്. കഥകൾ പറഞ്ഞുതാ. കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞതാ. പറയാം കുട്ടികളെ, കഥകൾ പറയാം. തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. വെരി ഗുഡ്. നെക്സ്റ്റ് സയാൻ. അറിയാൻ മുത്തച്ഛ,
മുത്തച്ഛ കഥകൾ പറഞ്ഞുതാ. കഥകൾ പറഞ്ഞുതാ. കൂട്ടിലുറങ്ങും കൂട്ടിലൊരുങ്ങും കിളിയുടെ കഥകൾ പറഞ്ഞുതാ. കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ. കുട്ടികളെ കഥകൾ പറയാം ഞാൻ. കഥകൾ പറയാം ഞാൻ. കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കൂട്ടിലിരുന്ന് തരണി മങ്ങിയ കിളിയുടെ കഥ പറയാം. കിളിയുടെ കഥ പറയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ. ഫാത്തിമയം. അറിയാം മുത്തശ്ശ. അറിയാം മുത്തശ്ശ. കഥകൾ പറഞ്ഞുതാ. കൂട്ടിലൊരുങ്ങിയ കുഞ്ഞിക്കിളിയുടെ കഥ പറഞ്ഞുതാ. അറിയാം കുട്ടികളെ. കഥകൾ പറയാം ഞാൻ. പറയാം ഞാൻ. കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറഞ്ഞു തരാം. കിളിയുടെ കഥ പറയാം. വെരി ഗുഡ്. നെക്സ്റ്റ് ഋഷിദേവ്. കഥകൾ പറഞ്ഞുതാ. കൂട്ടിലുറങ്ങും പറയാം കുട്ടികളെ. കഥകൾ പറയാം ഞാൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ധൻദേവ്. അറിയാൻ മുത്തച്ഛ. കഥകൾ പറഞ്ഞതാ. കൂട്ടിലെ കുഞ്ഞിക്കിളികളെ കഥകൾ പറഞ്ഞതാ. പറയാം കുട്ടികളെ. കഥകൾ പറയാം ഞാൻ. കൂട്ടിലിരുന്ന് മഞ്ഞ കിളിയുടെ കഥ അറിയാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ് ഷൈജു. കഥകൾ പറഞ്ഞുതാ. കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ. ധൻദേവേ കേൾക്കുന്നില്ലേ? അല്ല, മാനവേ കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് ജാനകി മനു. റെഡിയായോ പഠിച്ചിട്ട്? വേഗം അതിനല്ല ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയേ പഠിക്കാൻ. വേഗം പാടിയേ, നല്ല മോളല്ലേ, വേഗം പാട്. അറിയാൽ മുത്തച്ഛ. കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥ പറയാം. പറയാം കുട്ടികളെ. പറയാം കുട്ടികളെ. കഥകൾ പറയാം ഞാൻ. കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കൂട്ടിലിരുന്ന് തളർന്നു മയങ്ങിയ
കൂട്ടുകാരന് മയങ്ങിയ കിളിയുടെ കഥ കിളിയുടെ പറയാം. കഥ പറയാം. ഓക്കേ. ജാനകി എന്തായിരുന്നു പപ്പ കൊണ്ടുവന്നേ? എന്തൊക്കെ കൊണ്ടുവന്നു? ചോദിക്കുക എന്നാണ് പറഞ്ഞു. ഒന്നും കൊണ്ടു തന്നില്ല പപ്പാജി. ഒന്നും കൊണ്ടുവന്നില്ലേ? ഓടുന്ന വണ്ടിയൊന്നും കൊണ്ടുവന്നില്ലേ? കിൻഡർ ജോയ് മാത്രമേ. മിസ്സിനോട് പറഞ്ഞു കൊടുക്ക്. മാത്രം കിൻഡർ ജോയ് മാത്രം. കൊണ്ടുവന്നുള്ളൂ. അതെല്ലേ. അടുത്ത ദിവസം വരുമ്പോ നല്ലപോലെ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതിയേ. ഓക്കെ. നിഹാൽ ഉണ്ടോ അവിടെ? ഓക്കെ, വെരി ഗുഡ്. ജാനകി മനു പാടിയല്ലേ. നെക്സ്റ്റ് നെറ്റ് ക്ലിയർ ഇല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് അരയാൽ മുത്തശ്ശന്റെ പാട്ടാണ്. എന്ത്? അരയാൽ മുത്തശ്ശ കഥകൾ പറഞ്ഞുതാ, കൂട്ടിലുറങ്ങും കുഞ്ഞിക്കിളിയുടെ കഥകൾ പറഞ്ഞുതാ. പറയാം കുട്ടികളെ, കഥകൾ പറയാം ഞാൻ, കൂട്ടിലിരുന്നു തളർന്നു മയങ്ങിയ കിളിയുടെ കഥ പറയാം. അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അടുത്ത ദിവസത്തേക്ക് എല്ലാരും പഠിക്കുമല്ലോ അല്ലേ? പഠിക്കില്ലേ എന്റെ മക്കളല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് അവിടെ അടച്ചു വെക്കുക അല്ലേ? അപ്പൊ നമ്മൾ അക്ഷരദീപത്തിൽ ഏത് വരെയാ മക്കളെ പഠിച്ചത്? ഏതക്ഷരമായിരുന്നു നമ്മൾ പഠിച്ചത്? അക്ഷരദീപം ബുക്ക് എടുത്തേ ഒരാള് നോക്കട്ടെ മിസ്. ഓക്കെ. ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? നാ എഴുതിയോ? ഓക്കെ. നാ മിസ് പഠിപ്പിച്ചോ? യെസ് ഓർ നോ? പഠിപ്പിച്ചു. ഓക്കെ. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ലെറ്റർ എന്താ അതിലുള്ളത്? ഒന്ന് കാണിക്കോ മിസ്സിനെ? നാ കഴിഞ്ഞ ഏതാ? തന്റെ സായൊക്കെ ലായാണല്ലേ? ഓ, അപ്പൊ നാ വീണയാണ് അല്ലെ? പിക്ചറിൽ എന്താ ഉള്ളത്? നാ വീണ അല്ലെ? നാ വീണ. ഇനി ലാ. നെക്സ്റ്റ് ലായാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ അവിടെ പിക്ചറിലുള്ളത്? തവള അല്ലേ? ആണോ? യെസ്. അപ്പൊ നാ വീണ, ലാ തവള. അപ്പൊ നാ എല്ലാ മക്കളും പഠിച്ചോ? നാ മിസ് പഠിപ്പിച്ചോ? റിഹാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഏതുവരെ റിഹാൻ പഠിച്ചു? ലാ വരെ എത്തിയുള്ളൂ. ഓക്കെ. മായല്ലേ പഠിപ്പിച്ചേ? ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നാ പഠിച്ചിട്ടുണ്ട് ഋഷിദേവല്ലോ അല്ലേ? ഓക്കെ. മിസ് നോക്കട്ടെ, ഒന്ന് കാണിച്ച്. ഓക്കെ. ഒന്നുകൂടി പഠിപ്പിക്കാതെ. ഓക്കെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അടുത്ത അക്ഷരം, അപ്പൊ കുറെ ദിവസമായി നമ്മൾ എഴുതാത്ത, എല്ലാരും എഴുതിയിട്ടുണ്ടായിരുന്നു ആവോ? നമുക്കൊന്ന് ജസ്റ്റ് ഓർമ്മിക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് ലെറ്റർ നമ്മൾ പഠിച്ചത് റായാണ് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത്, എല്ലാവരും എഴുതിയ മിസ്സിന്റെ കൂടെ ഒന്നുകൂടി മിസ് ചെയ്താ റ. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് ഇതേ റായിന്ന് റാ എഴുതി ഇവിടെ എത്തി ഉള്ളിലേക്ക് പോകും. നെക്സ്റ്റ് ഏതാ അക്ഷരം മിസ് ഇപ്പൊ എഴുതിയത്? ഏതാ ജാനകി? ഇപ്പൊ മിസ് എഴുതിയത് ഏതാ? ഇതേതാ? ഏതക്ഷര? ഇവിടെ അന്വേട്ടോ പറ. അപ്പൊ റാ അല്ലേ? നെക്സ്റ്റ് ഏതാ എഴുതേണ്ടത് റിഹാനെ? നമ്മ റാ പഠിച്ചു, പഠിച്ചു, അല്ലേ? എങ്ങനെ എഴുതും? താ നോക്കിയേ. റാ എഴുതി
അവിടുന്ന് മിസ് രാ എഴുതി അവിടുന്ന് പുറത്തേക്ക് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് മിസ് എഴുതുന്നത് നോക്കിയേ, ഒരു റാ എഴുതി അതിനോട് യോജിച്ച ഒരു റായും കൂടെ എഴുതി. വെരി ഗുഡ്. റിസ്വാന്റെ ഇതിൽ തന്നെ എഴുതണേ, സ്ലേറ്റില്. നെക്സ്റ്റ് അടുത്ത നമ്മൾ ഏതാ പഠിച്ചേ? റിഹാൻ വേഗം എഴുതാ, എന്നാലേ പഠിക്കൂ. ഞാൻ എഴുതി. നെക്സ്റ്റ് നമ്മൾ കായല്ലേ പഠിച്ചതേ, കുഞ്ഞ് റാ എഴുതി നേരെ വരച്ചു, മുകളിലോട്ട് എടുത്തു. അടുത്ത് നമ്മൾ എന്ത് എഴുതി? കുറച്ച് വലിയ റാ എഴുതി ഇവിടെ വരച്ചു, കുഞ്ഞു വര വരച്ച് മുകളിലോട്ട് വരച്ചു. അല്ലെ? എന്താണ്? അപ്പൊ ഞാൻ കഴിഞ്ഞ പാ പഠിച്ചു, വാ പഠിച്ചു. അല്ലേ? ഉറക്കെ പറഞ്ഞ ലൗഡ്ലി വാ. നിഹാലിന് ഇപ്പൊ ക്ലിയർ ആയി അല്ലേ? ഓക്കെ, വാ. ഇതാണ് വാ. നെക്സ്റ്റ് നമ്മൾ ഏതാ പഠിച്ചത്? സായാണോ? ആണോ മക്കളെ? ലായാണോ? ഇതേതാ അക്ഷരം? ഏതാ നിഹാൽ? ഏതാ നിഹാലെ? ഏതക്ഷരം? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ലായാണ് എഴുതിയത് അല്ലേ? ഇങ്ങനെ എടുത്തു, ഇവിടെ എടുത്തു, ഇവിടെ എടുത്തു, മുകളിലെടുത്തു. ല എന്താണ് പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ മക്കളെ. നെക്സ്റ്റ് നമ്മൾ ഏതാ പഠിച്ചേ? മായല്ലേ? എങ്ങനെയാ മായ എഴുതിയേ? കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഇങ്ങനെ മുട്ടിച്ച് നേരെ എടുത്ത് ഇവിടെ മുട്ടിച്ചു. എന്താ അക്ഷരം? മാ. ഉറക്കെ പറഞ്ഞേ. ഓക്കെ, അപ്പൊ മാ. ഇപ്പൊ ഏത് എഴുതിയത്? ഏതാ സായകേ? ഓക്കെ, മാ. അപ്പൊ റാ, രാ, ത, ന, പ, വ, സ, ല, മ. എങ്ങനെയാ മാ എഴുതണ്ടേ? മാ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? എങ്ങനെ എടുത്ത് നമ്മള്? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നേരെ എടുത്ത് ഇവിടെ മുട്ടിച്ചു. ഓക്കെ, എഴുതി കഴിഞ്ഞാ മക്കളെല്ലാവരും നോക്കട്ടെ. ഇതുവരെയുള്ള അക്ഷരങ്ങളെ കംപ്ലീറ്റ് നല്ല നീറ്റിൽ എഴുതി നോക്കട്ടെ. ആ സായക് വെരി ഗുഡ്. ഹനിയ ഫാത്തിമ വെരി ഗുഡ്. നെക്സ്റ്റ് സന്ദേവ് വെരി ഗുഡ്. ലാ വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വരെ എഴുതി. മാനവ് ഷൈജി എഴുതിയോ? ആഫിയ വെരി ഗുഡ്. ഹർഷാൽ വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ MP വെരി ഗുഡ്. അടുത്ത ആരാ? ജാനകി മനു എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ആഫിയ വെരി ഗുഡ്. റിസ്വാന്റെ കണ്ടില്ല. സയാൻ ഓക്കെ വെരി ഗുഡ്. ഋഷിദേ വെരി ഗുഡ്. സയാൻ വെരി ഗുഡ്. എല്ലാവരും എഴുതിയേ. മാനവ് നല്ല വൃത്തി എഴുതണില്ല. മാ കഴിഞ്ഞ അടുത്ത് എഴുതിയോ മോനെ? ഇങ്ങോട്ട് പിടിച്ച സ്ലേറ്റ്. നാ എഴുതിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ മാ എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് അക്ഷരം എഴുതട്ടെ. ന അല്ലേ? ന എങ്ങനെ എഴുതി നമ്മള്? ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കണം അല്ലേ? നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടുന്ന് തന്നെ മുകളിലോട്ട് ഒരു കഷ്ണം എടുക്കും, അവിടുന്ന് ഒന്നുകൂടി എടുക്കണം. ഇതാണ് ന. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയാ? ഫസ്റ്റ് നമ്മള് സാധാരണ റാ എഴുതിയില്ലേ, അതിന്റെ ഉള്ളിൽ നിന്ന് കൂട്ടിയിട്ട് റാ എടുക്കണം. ആദ്യം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് എന്ത് ചെയ്യണം?
ഇതിനോട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കണം. നെക്സ്റ്റ് ഇവിടുന്ന് തന്നെ ഇതിന്റെ മുകളിലേക്ക്. ഓക്കെ, മനസ്സിലായോ മക്കൾക്ക്? അപ്പൊ 3 സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു. മുകളിൽ എഴുതി നോക്കിയേ മക്കള്, ഒന്ന് എഴുതിയതിന്റെ മുകളിൽ എഴുതി നോക്കിയേ. ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി. കണ്ടോ? അപ്പൊ 3 സ്റ്റെപ്പ് ഉണ്ടല്ലേ. എങ്ങനെയാ? ആദ്യം നമ്മൾ ഇവിടുന്ന് എടുത്തു, ഇവിടെ താത്ത് വെച്ചു. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ എന്ത് ചെയ്യണം? ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ ഒന്നുകൂടി എടുത്തു. ഓക്കെ, പഠിച്ചോ? ആഫിയ ഒന്ന് അധികമായി പോയിട്ടുണ്ട്. ആഫിയക്ക് നാക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് 1 2 ഇത്രയും വേണ്ടു. ഓക്കെ, കൊറേ പ്രാവശ്യം എഴുതിയേ മക്കളെ, കൊറേ പ്രാവശ്യം എഴുതിയേ. ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു. ഇതാ മിസ്സും പഠിച്ചിട്ടില്ലാണ്ടോ? കൊറേ പ്രാവശ്യം എഴുതുമ്പോ നീറ്റ് ആവുന്നത് ഉണ്ടോ? മക്കളെ എഴുതിയേ കൊറേ പ്രാവശ്യം. അപ്പൊ അല്ലേ, നായാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇപ്പൊ അരണ, വീണ ഇതൊക്കെ എഴുതാൻ നമ്മൾ ഈ നായാണ് ഉപയോഗിക്കുക അല്ലേ? മണി അല്ലേ? അപ്പോ അടുത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? അക്ഷരം ള. വരെ പഠിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ മിസ് ഒന്നുകൂടി പഠിപ്പിക്കാം. അപ്പൊ പഠിച്ചു കഴിഞ്ഞു. എത്ര പേര് പഠിച്ചു കഴിഞ്ഞു? കമ്പ് കാണിച്ചേ. പഠിച്ചവര് പഠിക്കാത്തവരുണ്ടോ? ഇല്ലേ? റിസ്വാൻ പഠിച്ചില്ലേ? ഇല്ല. എന്നാ ഒന്നുകൂടി പഠിക്കാം നമുക്ക്. എന്നിട്ട് അപ്പൊ ഇന്ന് അക്ഷരദീപത്തിൽ നിങ്ങൾ ഉള്ളതാണ് എഴുതേണ്ടത്. ഇതെവിടെ സയാൻ പഠിച്ചു. നെക്സ്റ്റ് റിസ്വാൻ ഒന്നുകൂടി എഴുതിയേ. റിസ്വാൻ, മുഹമ്മദ് സയാൻ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പഠിക്കാത്ത? എല്ലാവരും സ്ട്രേറ്റ് കാണിച്ച് എഴുതിയത്. മാനവ് പഠിച്ചു. നെക്സ്റ്റ് ഹനിയ. യെസ്. സായക് പഠിച്ചോ മോനെ? ഇവിടെ വെരി ഗുഡ് ഹനിയ ഫാത്തിമ. പഠിച്ചിട്ടുണ്ട് സായക്. ഋഷിദേവ്, ഋഷിദേവ്. ധൻദേവ്. ഞാൻ അൺമ്യൂട്ട് ആക്കിയിടുവേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ധൻദേവ് കാണിച്ചു മോനെ. അതേ സ്ലേറ്റ്. വെരി ഗുഡ്, പഠിച്ചിട്ടില്ലേ? ലാ വരെ പഠിച്ചു ധൻദേവ് അല്ലേ? റിഹാൻ, റിഹാൻ പോയോ? ഓക്കെ, പഠിച്ചു കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ആണ് എന്ത്? ല അല്ലേ? റിസ്വാൻ പഠിച്ചോ? റിസ്വാനെ ലാ എങ്ങനെയാ നോക്കിയേ. ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. ഇതാണ് ല. മിസ് ബാക്കിയുള്ളൊക്കെ മായ്ക്കട്ടെ, എന്നിട്ട് എഴുത്തരട്ടെ ഒന്നുകൂടി. ഇവിടെ സ്ഥലമില്ല. ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ എത്ര സ്റ്റെപ്പ് ഉണ്ട് നോക്കിയേ. ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇവിടത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ടോ സോറി നോക്കണേ, ഇവിടുന്ന് ഇങ്ങനെ ഇവിടത്തേക്ക് എടുത്തു. എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഒരു വളക്കൽ വളക്കണം അല്ലേ? ഇതിന്റെ മുകളിലേ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. തവള, ഏതുമുള്ള. ഓക്കെ ഉണ്ടോ? ഇതിന്റെ മുകളിലേ എഴുതുക. ഒരു പ്രാവശ്യം എഴുതിയിട്ട് അതിന്റെ മുകളിലേ കുറെ തവണ എഴുതിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഓർമ്മയുണ്ടോ? റ, ര, ത, ന, പ, വ, സ, ല, മ, ന, ള. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും?
റിഹാൻ എന്തായി റിഹാനെ പഠിച്ചോ? നാ പഠിച്ചോ? യെസ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും നാ പഠിച്ചോ? നായും ലായും പഠിച്ചു. ആഫിയ ഇതാ. ഓക്കെ വെരി ഗുഡ്. ആഫിയ കുറച്ചുകൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വളക്കണം കേട്ടോ.